ഹരേ കൃഷ്ണ. നമുക്കിന്ന് ഏക ശ്ലോകി രാമായണം, അതായത് രാമായണം ഇപ്പോൾ കർക്കിടക മാസമാണ്. അപ്പോൾ നിത്യവും രാമായണ പാരായണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം മുഴുവനും വായിക്കാൻ കഴിയാത്തവർക്കായി ഏക ശ്ലോകി രാമായണം എന്ന് പറയുന്നു. ആ ഒരു ഏകശ്ലോകി രാമായണം ചെല്ലിയാൽ മുഴുവനായിട്ടും അധ്യാത്മരാമായണം മുഴുവനായിട്ടും ചെല്ലിയ ആ ഒരു സത്ത് അതിലടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആ ഒരു പുണ്യം നമ്മളിലേക്ക് എത്തും എന്നാണ് പൂർവകർ പറയുന്നത്. അതിങ്ങനെയാണ്: പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം സമാപ്തം എന്നാണ്. അതായത് പൂർവം രാമതപോവനാദിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം സമാപ്തം എന്ന്. ശരിക്കും അതിൻ്റെ ഒരു അർത്ഥം എന്താ വെച്ചാൽ, രാമന് വനവാസകാലത്തേക്ക് പോയി മാൻപീടയെ പിന്തുടർന്ന് ആ സമയത്ത് സീതാദേവിക്ക് മാനിനെ മാരീചനെ കണ്ട് മാനായിട്ട് തോന്നി. അതിനെ പിന്തുടർന്ന് അതിനെ വേണം എന്ന് പറയുകയും അതിനെ കൊല്ലാനായിട്ട് അതിനെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് പോയി. ആ പോയ സമയത്ത് സീതാദേവിയെ കൊണ്ടുപോകുന്നതും അതേപോലെ ആ ഒരു ഇതാണ്. അതായത് രാമൻ തപസ്സിന് വനത്തിലേക്ക് പോയ സമയത്ത് ആ ഹത്വാമൃഗത്തെ കാഞ്ചനം, അതായത് സ്വർണം പോലെയുള്ള ആ മാനിനെ കണ്ട്, സ്വർണ്ണമാനിനെ കണ്ട് വൈദേഹി ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ സമയം കൊണ്ട്, അതിനെ പിടിക്കാൻ പോയ സമയം കൊണ്ട് ലക്ഷ്മണനെയും കൂടി പറഞ്ഞയച്ചു അത് സീതാദേവി. കാരണം എന്താ വെച്ചാൽ അവിടെ കാവൽ നിൽക്കുമായിരുന്നു. ആ ലക്ഷ്മണ രേഖ വരച്ചിട്ടാണ് ലക്ഷ്മണൻ പോയത്. എന്നിരുന്നാലും അതൊക്കെ തരണം ചെയ്ത് രാവണൻ ആ വൈദേഹിയെ ഹരിച്ചു. അങ്ങനെ ആ കൊണ്ടുപോകുന്ന സമയത്ത് ജടായുമായിട്ടുള്ള സംഘട്ടനം, ആ ജടായു ഒരു പക്ഷിശ്രേഷ്ഠനാണ്. ആ പക്ഷിശ്രേഷ്ഠൻ ആ രാവണനുമായിട്ട് യുദ്ധം ചെയ്യുകയും അവിടെ നിന്നും പറഞ്ഞയക്കാതെ ഇരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം കൊണ്ടുപോയതിന് ശേഷം സീതാദേവിയുടെ ആടയാഭരണങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിമാനത്തുനിന്ന്, പുഷ്പക വിമാനത്തുനിന്ന് താഴേക്കിടുകയും പിന്നീട് സീതാദേവിയെ തെരഞ്ഞു പോയ സമയത്ത് സുഗ്രീവനെ കാണുകയും, അതായത് ഹനുമാനെ കാണുന്നു ആദ്യം രാമലക്ഷ്മണന്മാർ. അതിനുശേഷം സുഗ്രീവനെ കണ്ട് സന്ധി സംഭാഷണം നടത്തി ബാലിയെ കൊല്ലാമെന്നും, അതായത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യുപകാരം, രാമൻ ബാലിയെ കൊന്നു കൊടുക്കാമെന്നും പകരം സീതാദേവിയെ കണ്ടു കൊടുക്കാമെന്നും സുഗ്രീവനും പറഞ്ഞു. അങ്ങനെ ബാലിയെ കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് ആ സമുദ്രത്തെ തരണം ചെയ്യാൻ, ലങ്കയിലേക്ക് പോവാൻ ആ സമുദ്രം തരണം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഉള്ള ആ ഒരു വാനരന്മാരുടെ, കവിശ്രേഷ്ഠന്മാരുടെയൊക്കെ കൂട്ടായ്മയിൽ ആ പാലം പണിയതും അതിനുശേഷം ആ സമുദ്രതരണം, ആ ബാലി നിഗ്രഹണം കഴിഞ്ഞു, സമുദ്രതരണം കഴിഞ്ഞു. പിന്നെ ലങ്കാപുരി ചെന്നിട്ട് ദഹിപ്പിച്ചു. അതായത് ആ ഹനുമാൻ ചെന്ന് ആദ്യം ദഹിപ്പിച്ചു. അതിനുശേഷം രാവണന് കൊല്ലാൻ വേണ്ടി രാമനും ലക്ഷ്മണന്മാരും എല്ലാവരും കൂടി അവിടെ ചെന്നു രാവണ നിഗ്രഹവും, അതായത് രാവണന്റെ മകനെ കൊല്ലാനായിട്ടാണ് 14 വർഷം ഉമിനീര് പോലും ഇറക്കാതെ ആ അനന്തന്റെ പ്രതീകമായ ലക്ഷ്മണൻ തപസ് ചെയ്ത പോലെ തന്നെ ഏട്ടന്റെ കൂടെ വനവാസകാലത്ത് ഒപ്പം നിന്നത്. അത്രയ്ക്കും ശക്തനായ എതിരാളികളെ തരിപ്പണമാക്കി അവിടെ മർദ്ദിച്ച്, അതായത് അത് നിശേഷമില്ലാതെയാക്കി പോകുന്ന കഥയാണ് രാമായണം. അറിയാലോ, അതിൻ്റെ
ഏറ്റവും ചുരുങ്ങിയ വാക്കുകളാണ് ഈ ഏകശ്ലോകി രാമായണത്തിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഏകശ്ലോകി രാമായണം ജപിക്കാൻ തയ്യാറാവുക. അപ്പോൾ രാമായണം മുഴുവൻ വായിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധിമുട്ടെന്ന് പറയാൻ പാടില്ല, എന്നാലും നമ്മുടെ സമയക്കുറവോ മറ്റു കാര്യങ്ങളോ കാരണം വരുന്നത് കൊണ്ട് ഈ ഏകശ്ലോകി രാമായണമെങ്കിലും നിത്യവും വായിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഒത്തുവരട്ടെ. ശ്രീരാമചന്ദ്രനും ഗുരുവായൂരപ്പനും അതിനൊക്കെ കടാക്ഷിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.